പറയുന്നത് രൂപയുടെ മൂല്യം ഇടിയുന്നതും സമ്പദ് വ്യവസ്ഥയായിട്ട് വലിയ ബന്ധം ഇല്ല. പക്ഷെ 2014 ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായിരുന്ന നരേന്ദ്രമോദി വളരെ കൃത്യമായി പറയുന്നുണ്ട്, രൂപയുടെ മൂല്യം കുറയുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്, കഴിവുകേടാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ അവസരത്തിൽ ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, ഞാൻ തൽക്കാലം മാറ്റി നിർത്തിയേക്കുക. പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കറൻസിയുടെ മൂല്യം ഇടിയുന്നതും സമ്പദ് വ്യവസ്ഥയും തമ്മിൽ കാര്യമായ ബന്ധം ഉണ്ട് എന്നുള്ളതാണ്. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ആദ്യത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ മാത്രമല്ല ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഓൾമോസ്റ്റ് എല്ലാ മേജർ കറൻസീസുമായിട്ടും ഇന്ത്യൻ രൂപ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യൂറോ ആയിട്ടായിക്കോട്ടെ, UAE പിന്നെ ഒമാൻ, UAE കൺട്രീസ്, ദുബായ്, സൗദി, കുവൈറ്റ്, ഓസ്ട്രേലിയൻ കറൻസി, ന്യൂസിലൻഡ് കറൻസി, ഇത് ഓൾമോസ്റ്റ് എല്ലാ മേജർ കറൻസീസുമായിട്ട് നമ്മുടെ കറൻസി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കറൻസിയുടെ മൂല്യം ഇടിയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഏറ്റവും അടിസ്ഥാന അർത്ഥം എന്താണെന്ന് അറിയാം. നമ്മൾ ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം അന്താരാഷ്ട്ര തലത്തിൽ ഇടിയുന്നു എന്നാണ്. ഒരു ചെറിയ എക്സാമ്പിൾ പറയാം, ഒരു ലേമാൻ എക്സാമ്പിൾ. നമുക്ക് മുമ്പ് 2014 ഒരു 10 മത്തി കൊടുക്കുമ്പോഴത്തേക്ക് $1 കിട്ടിയിരുന്നു ഇരിക്കട്ടെ. ഇപ്പൊ നിങ്ങൾക്ക് 10 മത്തി കൊടുത്താൽ $1 കിട്ടില്ല, 15 മത്തി കൊടുത്താലേ കിട്ടും. അപ്പൊ ഈ 15 മത്തി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കടലിൽ കിടക്കുന്ന റിസോഴ്സ് മത്തി ചെലവാകുന്നുണ്ട്, അത് പിടിക്കാൻ എടുക്കുന്ന മാൻ അവർ ചെലവാകുന്നുണ്ട്, ഇതിന് മൊത്തം നമുക്ക് എക്സ്ട്രാ പേയ്മെന്റ് കിട്ടുന്നുണ്ട്. നമുക്ക് തിരിച്ചു കിട്ടുന്ന എന്താണ്? $1 മാത്രമാണ്, അല്ലെ? ശരിയല്ലേ? അതായത് നമ്മൾക്ക് കൂടുതൽ റിസോഴ്സ് ചെലവഴിച്ചാൽ കിട്ടുന്നത് ഒരേ പൈസയാണെന്ന് വെച്ചാൽ അതിന്റെ മീനിങ് എന്താ? നമ്മുടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം കുറയപ്പെട്ടു. അപ്പൊ ഇതുകൊണ്ടാണ് ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്. വിദേശത്തേക്ക് ആളുകൾ പോകുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇവിടെ നമുക്ക് ജോലി കിട്ടും, പക്ഷെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല? ഇവിടെ നന്നായിട്ട് ജീവിച്ചു പോകാനുള്ള ഒരു വരുമാനം കിട്ടില്ല. അതിന്റെ റീസൺ ഇതാണ്, ശരിയല്ലേ? അതായത് പക്ഷെ അതേസമയം ഇവിടെ വിലക്കയറ്റം ഉണ്ടാക്കുകയും ചെയ്യുന്നു. വിലക്കയറ്റവും രൂപയുടെ വിലത്തകർച്ചയും തമ്മിൽ ബന്ധമുണ്ട്, ഇൻഫ്ലേഷനുമായിട്ട് ബന്ധമുണ്ട്, ഇൻട്രസ്റ്റ് ഹൈക്കുമായിട്ട് ബന്ധമുണ്ട്. അപ്പം ബന്ധമില്ല എന്ന ശ്രീമതി നിർമ്മലാ സീതാരാമന്റെ പ്രസ്താവന എത്രമാത്രം യുക്തിഭദ്രമാണെന്ന് എനിക്ക് സംശയമുണ്ട്. ആ സംശയമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി മറ്റാളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെ വിദേശത്തു നിന്ന് പൈസ അയക്കുന്നവർക്ക് നല്ലതല്ലേ, അവർക്ക് പൈസ ഒരുപാട് കൂടുതൽ കിട്ടുന്നില്ലേ? ഇതാരും ശൂന്യാകാശത്ത് എടുത്തു കൊടുക്കുന്ന പൈസയല്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇല്ലേ, ഈ 10 മത്തി 15 മത്തി ആയ കേസ്. അപ്പം 5 മത്തി അതിനുവേണ്ടി അധ്വാനം, അതാണ് ഈ വിദേശത്തു നിന്ന് പൈസ അയക്കുന്നവർക്ക് നമ്മൾ വിധിച്ചു കൊടുക്കുന്നത്. അതിന്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അതല്ലാതെ ആർക്കും. ഇനി മൂന്നാമതൊരു കാര്യം, ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിയുന്നത് കൊണ്ട് തന്നെ ഷെയർ മാർക്കറ്റിലേക്ക് വിദേശ നിക്ഷേപകരൊന്നും കരുവാൻ താല്പര്യം കാണിക്കും. ഇത് അവർക്കറിയാം ഇനിയും ഇതിന്റെ മൂല്യം കുറയും എന്നൊരു സ്പെക്കുലേഷൻ. ഷെയർ മാർക്കറ്റിൽ ഈ പറയുന്ന സ്പെക്കുലേഷൻസ് ഭയങ്കര പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഇന്ത്യൻ ഷെയർ മാർക്കറ്റിൽ വലിയ താല്പര്യം കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ നിന്ന് തന്നെ പ്രവാസികളായിട്ട് പുറത്തൊക്കെ ജോലി ചെയ്യുന്നതാണ്, അവരാണെങ്കിൽ പോലും എന്ത് ചെയ്യില്ല, ഇന്ത്യൻ വിപണി നിക്ഷേപിക്കത്തില്ല. ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഉള്ളതിനെ കഴിഞ്ഞും സ്റ്റേബിൾ ആയിട്ട് അവർക്ക് ഔട്ട്കം കിട്ടുന്ന കറൻസി ഏതാണോ അതിൽ അവർ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടത്തുള്ളൂ. അപ്പോ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കുറയും. അതുകൊണ്ടാണല്ലോ ഈ FDI ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മണി എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി ഇതിനിടയ്ക്ക് ഒരു സംഖ്യയുടെ ഒരു ന്യായീകരണം കണ്ടു. ഇവിടെ അരിക്ക് വില കൂടുന്നില്ലല്ലോ, ചായക്കും കടിക്കും വില കൂടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു ന്യായീകരണം കണ്ടു. അത് വാസ്തവത്തിൽ ഒരു വലിയ ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഒരു 10-11 കൊല്ലം മുമ്പുള്ള ടൈം ഫ്രെയിം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അരിയുടെ ആയിക്കോട്ടെ, ചായയുടെ ആയിക്കോട്ടെ, കടിയുടെ ആയിക്കോട്ടെ, അതിന്റെ വില എത്ര ടൈംസ് ആയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇത്ര ടൈംസ് വിറ്റിട്ട് പോലും ഇവിടെ കച്ചവടക്കാർക്ക് രക്ഷയില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇവിടെ ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിടുന്ന കാര്യങ്ങളല്ലേ. ഇവിടെ സ്ഥലം വാങ്ങാൻ താല്പര്യമില്ല, വീട് വെക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അധികം ആരും പുതിയ കാറുകൾ വാങ്ങിക്കുന്നില്ല. ഇങ്ങനെ ഒരു ഡെഡ് എക്കണോമി ആയി.
എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ നടു ഒടിഞ്ഞു കിടക്കുക. ഇതാണ് ഇതിന്റെ റിയാലിറ്റി. ഈ റിയാലിറ്റിയിലേക്ക് ഇറങ്ങി വന്ന് അതിനെ അഡ്രസ് ചെയ്യുമ്പോഴല്ലേ ഉത്തരവാദിത്തപ്പെട്ട ഒരു ധനകാര്യമന്ത്രിയാകുന്നത്. അല്ലാതെ അത് രൂപയുടെ മൂല്യം ഇടിയുന്നതും സമ്പദ് വ്യവസ്ഥയായിട്ട് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ന്യായീകരണമാണ്.